സോ ലാച്ചസ് ഇതാണ് ഇന്നലെ നമ്മൾ ലാച്ച്. സോ SR ലാച്ചിന്റെ വർക്കിംഗ് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ലാച്ച് എന്ന് പറയുന്നത് ഇസ് ദ ബേസിക് ഓഫ് എ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്ന 1 ബിറ്റ് സ്റ്റോറേജ് ഡിവൈസ് ആണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് SR ലാച്ച് ആണ് കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ അകത്ത് SR ലാച്ചിന്റെ സ്ട്രക്ചറും അതേപോലെ തന്നെ SR ലാച്ചിന്റെ യൂസിങ് നാൻഡ് ഗേറ്റ്സ് ആയിരുന്നു ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ വർക്കിംഗ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. സോ SR ലാച്ചിന്റെ ആക്റ്റീവ് ലോ എന്നുള്ള റീസൺ ഇന്നലെ പറഞ്ഞ് തീർക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. സോ ആക്റ്റീവ് ലോ എന്ന് വിളിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഇതാണ് SR ലാച്ചിന്റെ നമ്മൾ ഇന്നലെ നമുക്ക് വർക്കിംഗ് വെച്ച് നമ്മൾ ഇന്നലെ കണ്ടുപിടിച്ച ട്രൂത്ത് ടേബിൾ. ഓക്കെ, സോ നമ്മളുടെ ആക്റ്റീവ് ലോ ഈ കേസിൽ SR ലാച്ചിനെ വിളിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് സെറ്റ് സ്റ്റേറ്റിലേക്ക് വരുന്ന എപ്പോഴാണ്? സെറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇതാണ് അല്ലെ. when S is 0 and R is equal to 1, Q is 1 and Q dash is equal to 0. So Q 1 ആവുന്നത് ഏത് സ്റ്റേറ്റ് ആണോ that state will be called as set state. Q എന്ന് പറയുന്നത് 0 എപ്പോഴാണ് ആവുന്നത് that state will be called as the reset state എന്ന് ഓൾറെഡി ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ Q 1 ആവുന്ന സ്റ്റേറ്റ് is the set state അല്ലെ. സോ Q 1 ആവുന്ന സ്റ്റേറ്റിനെ നമ്മൾ 1 എന്ന് വിളിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് one ആകുന്ന state is called as the set state. That is when the value of S is equal to 0. S ന്റെ വാല്യൂ 0 ആകുന്നത് കൊണ്ടാണ് നമ്മൾക്ക് S ന്റെ വാല്യൂ 0 ആവുന്ന സമയത്താണ് സെറ്റ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്. സോ അതുകൊണ്ടാണ് ഇതിനെ ആക്റ്റീവ് ലോ എന്നുള്ള പേരിൽ വിളിക്കുന്നത്. ഓക്കെ, സോ അതൊന്ന് ഓർത്തിരിക്കുക. സോ ആ ഒരു പോയിന്റ് ഇന്നലെ നമ്മൾ ലാസ്റ്റ് പറയാന്ന് പറഞ്ഞെങ്കിലും ബെല്ലടിച്ചുകൊണ്ട് പറഞ്ഞില്ല. സോ അതാണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ ആക്റ്റീവ് ലോ ഇതിന്റെ വർക്കിംഗ് നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. SR ലാച്ചിന്റെ വർക്കിംഗ് കറക്റ്റ് ആയിട്ട് ഓർത്തോണം. യൂസിങ് നാൻഡ് ഗേറ്റ് 00 ആണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടി ജസ്റ്റ് എന്ന് പറയുന്നതാണ്, ഫുൾ വർക്കിംഗ് പറയുന്നില്ല, ജസ്റ്റ് ആ കേസസ് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. SR ലാച്ച് എന്ന് പറയുന്നത് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 ക്രോസ് കപ്പിൾ നാൻഡ് ഗേറ്റ്സ്. സോ അതിൻ്റെ അകത്ത് എസിനും ആറിനും ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത് Q ആൻഡ് Q ബാർ. ക്യൂവിന്റെ ഇൻവേഴ്സ് ആയിരിക്കും Q ബാർ എന്ന് ഓൾറെഡി പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, വേരിയബിൾ നെയിം കേൾക്കുമ്പോൾ അറിയാം. സോ എസിനും ആറിനും വരാൻ പറ്റുന്ന 4 പോസിബിൾ കോമ്പിനേഷൻസ് ആണ്. സിൻസ് ദർ ആർ 2 ഇൻപുട്സ് S ആൻഡ് R, either 00 or 01, 10 and 11. സോ 00 വന്നു കഴിഞ്ഞാൽ Q ആൻഡ് Q ഡാഷ് എന്ന് പറയുന്നത് വിൽ ഗോ ടു ആൻ ഇൻവാലിഡ് സ്റ്റേറ്റ്. ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നവർക്ക് അറിയാം 11 വരുന്ന കേസിലേക്ക് നമ്മൾ പോകുന്നുണ്ടായിരുന്നു. സോ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ എ ഇൻവാലിഡ് കേസ് വിച്ച് വിൽ നോട്ട് ഹാപ്പൻ സിൻസ് ഒരെണ്ണം ക്യൂവും ഒരെണ്ണം Q ബാറും ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് S ആൻഡ് ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 and 1. സോ ദാറ്റ് വിൽ റിസൾട്ട് in 1 for the terminal Q and 0 for Q dash. Hence that will be called as a set state. Q1 ആവുന്ന ഏത് സ്റ്റേറ്റ് ആണോ ദാറ്റ് സ്റ്റേറ്റിനെ നമ്മൾ ഏത് ലാച്ച് ആണെങ്കിലും ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെന്നുണ്ടെങ്കിലും ക്യൂവിന്റെ വാല്യൂ 1 ആവുന്ന സ്റ്റേറ്റ് ഏതാണോ ദാറ്റ് വിൽ ബി കോൾഡ് ആസ് ദ സെറ്റ് സ്റ്റേറ്റ്. ആൻഡ് ക്യൂവിന്റെ വാല്യൂ 0 ആവുന്ന സ്റ്റേറ്റ് ഏതാണെങ്കിലും ശരി ദാറ്റ് വിൽ ബി കോൾഡ് ആസ് ദ റീസെറ്റ് സ്റ്റേറ്റ്. സോ ഫോർ ദ SR ലാച്ച് യൂസിങ് NAND ഗേറ്റ് 01 എന്ന് പറയുന്ന കോമ്പിനേഷൻ വിൽ റിസൾട്ട് ഇൻ ദ സെറ്റ് സ്റ്റേറ്റ് and 10 എന്ന് പറയുന്ന combination will result in the reset state. And the last case when S and R both are equal to 1. So that will lead to the memory state or not change state അല്ലെന്നുണ്ടെങ്കിൽ whole state. ഈ 3 പേരിൽ ഏതെങ്കിലും ഒരു പേരായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇവിടെ SR ലാച്ചിന്റെ ട്രൂത്ത് ടേബിൾ എടുത്ത് എഴുതിയിട്ടുണ്ട്. സോ SR ലാച്ചിന്റെ ഈ ട്രൂത്ത് ടേബിൾ വെച്ചിട്ടായിരിക്കും ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെ വർക്കിംഗ് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ആൻ SR ലാച്ച് യൂസിങ് മെയ്ഡ് യൂസിങ് എ NAND ഗേറ്റ്. ഓക്കെ, എ NAND ഗേറ്റ് അല്ല 2 NAND ഗേറ്റ്സ്. സോ സിമിലർലി നമുക്ക് ഈ ഒരു NOR ഗേറ്റിന്റെ വെച്ചിട്ടുള്ള ഒരു SR ലാച്ചും കൂടെ കാണാനായിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇവിടെ NAND ഗേറ്റും NOR ഗേറ്റും യൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് എന്തായിരിക്കാം? NAND ഗേറ്റും NOR ഗേറ്റും ഉപയോഗിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് എന്തായിരിക്കാം? കാരണം both the NAND gate as well as the NOR gate are the universal gates. അതുകൊണ്ടാണ് NAND ഗേറ്റും NOR ഗേറ്റും വെച്ചിട്ടുള്ള ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആസ് വെൽ ആസ് ലാച്ചസിന്റെ കണക്ഷൻസ് ആണ് നമ്മളിവിടെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ,